സെൻഹേസറുടെ i200 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEM ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് കിട്ടി. ടെസ്റ്റ് ഔട്ട് എന്ന് മീൻസ് ഒരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നത് എടുത്ത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ആക്ച്വലി അവിടുത്തെ നല്ല സെറ്റിംഗ്സിലൊക്കെ വെച്ച് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ടിപ്പ് റോളിങ്ങോ അതുപോലെ കേബിൾ മാറ്റാനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടന്നില്ല. പക്ഷേ അവിടെയുള്ള സെറ്റിംഗ്സ് വെച്ചിട്ട് കുറച്ച് ട്രാക്സ് ഒക്കെ കേട്ട് നോക്കാൻ പറ്റി. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഫോർ ദ പ്രൈസ് ഞാൻ എത്രയും പ്രൈസ് ആയിട്ടുള്ള IEM ഒന്നും വാങ്ങിച്ച് സ്വന്തമായി പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പോൾ ഇതുപോലെ കിട്ടുമ്പോഴത്തേക്കാണ് ഇതുപോലെ പ്രൈസ് ആയിട്ടുള്ള IEMs ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എനിക്ക് ഈ IEM നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി പ്രൈസ് എത്രയുണ്ട്, പക്ഷേ സൗണ്ട് എന്ന് പറയുന്ന അടിപൊളി ഒരു സൗണ്ടാണ്. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് സൗണ്ടിങ് അല്ല, ഇതൊരു കൈൻഡ് ഓഫ് ഫൺ സൗണ്ടിങ് ആണ്. ബേസ് ഉണ്ട്, ട്രബിൾ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഓവർ പവർ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വോളിയം കൂട്ടുന്നുണ്ട്, പക്ഷെ അത് ഷൗട്ടി ആയിട്ട് തോന്നുന്നില്ല. വോക്കൽസിന് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു IEM ആണ്. ആ പ്രൈസിന് അത് അടിപൊളിയാണ്. അപ്പോൾ ഇതേ പ്രൈസിലുള്ള വേറെ IEMs ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേ സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ബട്ട് i200 ഒഴിവാക്കാനായിട്ടുള്ള കാര്യം, സൗണ്ടിൻ്റെ ഒരു കേസിൻ്റെ പുറത്ത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ എ നോർമൽ ഓഡിയോ ഫൈൽ ലൈക്ക് മീ. അല്ലെങ്കിൽ ഒരു പുതിയ ആളെന്നുള്ള നിലയ്ക്ക് അത് ഓക്കെയാണ്. പക്ഷേ ഇതിൽ മാറ്റാനായിട്ട് ഇതിൻ്റെ കേബിൾ അത്ര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഇത്രയും വില കൊടുക്കുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ളൊരു കേബിൾ വേണമല്ലോ. ഇത് നമ്മുടെ നോർമൽ ഇതിലൊക്കെ വരുന്ന പോലത്തെ. പിന്നെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഒരു പിന്നാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 2 പിന്നല്ല, ഇതിൻ്റെ MX പിന്നാണ്, MMX. അപ്പോൾ അത് സെൻഹൈസറുടെ തന്നെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഒരു ഇതാണ്. അയച്ചിരി ചടങ്ങാണ്. കൂടെ കിട്ടുന്ന ഇയർ ടിപ്സും സംഭവങ്ങളൊക്കെ ഇറ്റ്സ് ഓക്കെ, വലിയ സംഭവമല്ല, പക്ഷേ അത് ഓക്കെയാണ്. ബട്ട് സൗണ്ട് ഈസ് ഗുഡ്. ഫോർ ദ പ്രൈസ് ദ സൗണ്ട് ഈസ് ഗുഡ്. ഞാൻ ഈ ഒരു ബഡ്ജറ്റിലുള്ള IEMs ഒക്കെ പലതും ഇങ്ങനെ നോക്കി വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ കേട്ടേക്കുന്നതെല്ലാം എനിക്ക് ഇറ്റ്സ് ഗുഡ്. ഞാൻ ആ ഒരു ബഡ്ജറ്റ് കുറെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാലല്ലേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫോർ മീ സെൻഹൈസർ i200 ഈസ് എ ഗുഡ് IEM. ഇങ്ങനത്തെ കുറച്ച് ഈ ക്വാളിറ്റിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഇറ്റ്സ് ഓക്കെ.